സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും ടൈം കണ്ടെത്തി നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ നിങ്ങളുടെ ഒരു ഹോം കൺസ്ട്രക്ഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പണിയുടെ മിഡിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് കൂടാതെ പ്രീമിയം ട്രോപ്പിക്കൽ എലിവേഷൻ ചെയ്യാൻ 5 സ്മാർട്ട് ഹാക്സ് എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രോപ്പിക്കൽ എലിവേഷൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കും ഒക്കെ ഏറ്റവും ചേർന്ന ഒരു ഡിസൈൻ സ്റ്റൈലാണ് ട്രോപ്പിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ബട്ട് പലർക്കും ഈ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു കോസ്റ്റ് കാരണമാണ്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഈ വെബിനാറിൽ ഈ സ്റ്റൈൽ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ഹാക്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾസോ നമ്മുടെ കോളേജിൽ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ശരിയായ ഇൻഫർമേഷൻ ശരിയായ സമയത്ത് നൽകുക എന്നതാണ്. വീട് പണിയുമ്പോഴുള്ള പലതരത്തിലുള്ള തെറ്റുകളും അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഈ വെബിനാർസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അതുപോലെ ഇന്നത്തെ നമ്മുടെ സ്പീക്കറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. അഗസ്റ്റിൻ സാർ. സാർ അഖിലാബിൻ ആർക്കിടെക്ട്സിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആണ്. സാറ് ഏകദേശം 50+ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. സാറ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ട്രോപ്പിക്കൽ കേരള ആർക്കിടെക്ചറിലാണ്. ആൻഡ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ് സാർ. സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യെസ് സർ. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Thank you participants for joining. Over to you, sir. We can start the session. Hi everyone. ഇപ്പോ പറഞ്ഞതുപോലെ ഞാൻ കണ്ണൂർ ജില്ലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ സ്ഥാപനത്തിൽ നിന്നാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അഖിൽ ആൽബിൻ ആർക്കിടെക്ട്സ് എന്നാണ്. മെയിൻ 2 പേരാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് ഉള്ളത്. എൻ്റെ ഒരാള് ആൽബിൻ എന്ന പേരാണ്. അപ്പോൾ നമുക്കിപ്പോ കണ്ണൂർ ബാംഗ്ലൂരുമായിട്ട് 2 ഓഫീസുകളുണ്ട്. ഓക്കെ, ഞാൻ ഒരുപാട് പ്രസന്റേഷൻ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. പക്ഷെ കോലോ നമ്മളെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ നമ്മുടെ പരിമിതമായ അറിവുകൾ ഈ ഒരു ടോപ്പിക്കിലുള്ളത് ഷെയർ ചെയ്യാം എന്ന് ഞങ്ങൾ സമ്മതിച്ച് ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഞങ്ങളുടെ സ്ലൈഡ്സിലേക്ക് കിടക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ എന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആർക്കിടെക്ചർ സ്റ്റൈൽ അല്ല. അത് ശരിക്കും ഓരോ റീജിയൻ വൈസ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു പേരാണ്. പ്രധാനമായിട്ട് ട്രോപ്പിക്കൽ റീജിയനുകളിൽ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് ചെയ്യുന്ന ഡിസൈൻ സ്റ്റൈലിനെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് നമ്മുടെ വേൾഡിൽ പല സ്ഥലങ്ങളിലും ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ട്. അതിലൊരു സ്ഥലമാണ് നമ്മുടെ കേരളം വരുന്നത്. അപ്പോ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെയ്തിട്ടുള്ള ചില വർക്കുകളിലൂടെ ആ ഒരു കൺസെപ്റ്റ് പറയുകയും അതിലൂടെ ഈ ട്രോപ്പിക്കൽ ഡിസൈൻ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാം എന്ന് പറയുന്ന രീതിയിലുള്ള നമുക്ക് നമ്മുടെ അറിവിൽ നിന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റ് വെച്ച് ചെയ്തിട്ടുള്ള ചില കംപ്ലീറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ നടക്കുന്നതായിട്ടുള്ള ചില വർക്കുകളുടെ ഫോട്ടോസാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇതും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള ചില വർക്കുകളാണ്. ഞാൻ ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ കാലാവസ്ഥയിൽ ചെയ്യുന്ന വീടുകൾക്ക് എങ്ങനെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചില ടോപ്പിക്കുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. അത് നമ്മളൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള ചില കാര്യങ്ങളാണ് അതിൽ വരിക. നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൈറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം, നിങ്ങളൊരു ആർക്കിടെക്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു വീട് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് മുമ്പേ ഒരു സൈറ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ സൈറ്റ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ
നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ല ഒരു കാര്യം അതാണ്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആർക്കിടെക്റ്റിനെ വെച്ച് ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബഡ്ജറ്റ് കൂടുന്നതിന് ഒരു കാരണമാകുന്നു. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആർക്കിടെക്റ്റിനനുസരിച്ചിരിക്കും അത്. കാരണം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആർക്കിടെക്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചിലര് പ്രീമിയം മാത്രമുള്ള വീടുകൾ ചെയ്യുന്നവരുണ്ട്, ചിലര് ഒരു മീഡിയം ലെവലില്, ചിലര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയാണ്. അവർ ഏതുതരം വീടുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആയിക്കോട്ടെ, വളരെയധികം ചെലവ് കുറച്ചിട്ടുള്ള ബഡ്ജറ്റ് ആയിക്കോട്ടെ, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈലുകൾ ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ സൈറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ നമ്മൾക്ക് പലപ്പോഴും വരുന്ന കേസുകൾ, മിക്കവാറും ആളുകൾ സൈറ്റ് തിരഞ്ഞെടുത്ത് അത് സെറ്റ് ലെവൽ ചെയ്ത് ഫ്ലാറ്റാക്കി വീട് പണിയാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയിലായിരിക്കും ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ ചിലപ്പോഴൊക്കെ വളരെ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. കാരണം ഇത് കുറച്ച് മുമ്പേ ഞങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് ഒരു ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്ന് പലപ്പോഴും തോന്നുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആർക്കിടെക്റ്റുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. അതുപോലെ പ്രൊജക്റ്റുകൾ, നമ്മളൊരു വർക്ക് ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാം. നമുക്കതൊരു ടോട്ടൽ ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിവൈഡ് ചെയ്ത് ലേബർ കോൺട്രാക്ട് കൊടുത്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടില് ആളുകൾ പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ചിലര് നാട്ടിൻ പുറത്ത് തന്നെ ജോലി ചെയ്ത് അങ്ങനെ പോകുന്നു. ചിലര് പുറം രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് നാട്ടിലൊരു വീട് വെക്കുന്ന സാഹചര്യത്തിലുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് ഒരു വീട് പണി നിങ്ങൾക്ക് നോക്കി എൻ്റെ പ്രോസസ്സിൽ അതിന് കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് അത് ഒരു ടേൺ കീ പ്രോജക്റ്റിനേക്കാൾ അത് മെറ്റീരിയൽ എടുത്തു കൊടുത്ത് ഒരു ലേബർ കോൺട്രാക്റ്റിലോ മറ്റോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഫാക്ടറാണ്. നമ്മളൊരു മൊത്തം പ്രോജക്റ്റ് ഒരാളെ ഏൽപ്പിക്കുന്നതിന് പകരം മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസൈൻ, ഒരു ആർക്കിടെക്റ്റുമായിട്ട് നിങ്ങൾ ആദ്യം സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറയും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അത് എത്ര ബഡ്ജറ്റിലാണ് നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഷെയർ ചെയ്യണം. അത് അനുസരിച്ച് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ കോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് മെറ്റീരിയൽസ്, അതുപോലെ ഇന്റീരിയേഴ്സ്, ലാൻഡ്സ്കേപ്പ്, എല്ലാ കാര്യങ്ങളും ഈ ആർക്കിടെക്റ്റിന് ആ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൊജക്റ്റ്, ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ അത് നമുക്കത് ശ്രദ്ധിക്കേണ്ട, ചെലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ സൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ആർക്കിടെക്റ്റിന്റെ ഡിസൈൻ അനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല പ്രൊജക്റ്റുകളും അതിന്റെ ഒരു ഡിസൈൻ ഇവോൾവ് ചെയ്യുന്നത് ആ സൈറ്റിൽ നിന്ന് തന്നെയാണ്. കാരണം ആ സൈറ്റിന്റെ ഒരു ടോപ്പോഗ്രഫി, അവിടെയുള്ള മരങ്ങള്, അതിന്റെ ഓറിയന്റേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ആ ഡിസൈനിന്റെ ഭാഗമാകാറുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ചില വർക്കുകൾ ഞാൻ അടുത്ത് വരുന്ന സ്ലൈഡുകൾ കാണിച്ചു തരാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങൾ ഡിസൈനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല ആർക്കിടെക്റ്റിന്റെ വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു പ്രകൃതിയും ആ വീടും വളരെ ഇഴചേർന്ന് നിൽക്കുന്നത്. അതിന്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റീരിയറും എക്സ്റ്റീരിയറും എവരിയുടെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതിന്റെ കാരണം ആ ഡിസൈൻ ഇവോൾവ് ചെയ്തത് ആ സൈറ്റിൽ നിന്നാണ്. അതിന്റെ ഒരു ഡിഫറൻസ് ആണത്. അതിന് പകരം നിങ്ങളൊരു പ്ലെയിൻ സൈറ്റ് ഉണ്ടാക്കി അതിലേക്ക് ഒരു പ്ലാൻ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങി അവിടെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പോൾ സൈറ്റിന്റെ സെറ്റിംഗ് അത് ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, അതുപോലെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അത് ഏറ്റവും സൈറ്റിൽ നിന്ന് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും.
ഇപ്പോ റബിൾ അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഫൗണ്ടേഷന് തീർച്ചയായിട്ടും കരിങ്കല്ല് യൂസ് ചെയ്യുക. അതല്ല വെട്ടുകല്ലാണ് കൂടുതൽ അവിടെ അവൈലബിൾ എങ്കിൽ വെട്ടുകല്ല് തന്നെ യൂസ് ചെയ്യുക. അതിന് പകരം ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന ഒരു കോസ്റ്റ് നമ്മൾ അവിടെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സ്ട്രക്ചർ അപ് ടു പ്ലാസ്റ്ററിങ്, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ്, ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സ്ലൈഡുകളിൽ കൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു വർക്കിന്റെ ചില ഇമേജസ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് കണ്ണൂർ ജില്ലയിൽ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ശരിക്കും ഞങ്ങള് ഈ ക്ലയന്റ് ഞങ്ങളെ സമീപിക്കുന്നത് ഏകദേശം ഒരു കുന്നിൻ ചെരുവില് ഒരുപാട് മണ്ണ് നീക്കം ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ മണ്ണ്, ബാക്കിയുള്ള മണ്ണ് എവിടേക്ക് കൊണ്ടുപോയി ഇടണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് എൻ്റെ സുഹൃത്തായ ഈ ക്ലയന്റ് എന്നെ സമീപിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സൈറ്റ് പോയി കാണുകയും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഈ ദേഹം കുറച്ചുകൂടി നേരത്തെ ഞങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണ് മുഴുവൻ ഇവിടെ നിന്ന് നീക്കേണ്ടി വരികയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആ പ്രോസസ്സ് ഇവിടെ കൊണ്ട് നിർത്തുക, ഞങ്ങൾ ഈ സൈറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ആ ഒരു സൈറ്റിൽ ഒരു ഡിസൈൻ, ആ സൈറ്റിന്റെ ലെവൽ, ആ ഒരു കുഞ്ഞിന്റെ ചെരുവ് അനുസരിച്ച് തന്നെ ആ സൈറ്റിനെ ഒരു 3 തട്ടായി തിരിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ അനുസരിച്ച് തിരിച്ചുകൊണ്ട് ഞങ്ങൾ അതൊരു വീടിന്റെ ഒരു ഡിസൈൻ അവിടെ ഫോം ചെയ്തെടുക്കുകയാണ്. ഈ ആ ഒരു ലെഫ്റ്റിലുള്ള ഒരു ചിത്രത്തിൽ ആ ആള് നിൽക്കുന്നതിന് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അദ്ദേഹം അവിടെ ഒരു തിട്ട്, മണ്ണിന്റെ ഒരു തിട്ടിന് മുകളിലും താഴെയായിട്ട് ആ വീടിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ വീട് ചെയ്ത് തീർന്നപ്പോഴുള്ള ഇമേജ് ആണ്. ഇതിന്റെ ഒരു വരാന്ത, സിറ്റ് ഔട്ട്, അതുപോലെയുള്ള ഭാഗങ്ങൾ. ഇത് അതിന്റെ ഉള്ളിലെ ചില ഭാഗങ്ങളാണ്. അത് ആ ഒരു സ്റ്റെപ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് അതിന്റെ രണ്ടാമത്തെ ഒരു തട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അടുത്തൊരു റൂം ഉള്ളത്. മാത്രമല്ല ആ സ്റ്റെപ്പും ഞങ്ങൾ ആ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വാഷ് ബേസിന്, അതിനൊരു കൗണ്ടർ, അതുപോലെ തന്നെ അതിന്റെ വേറെ മറ്റൊരു ഭാഗത്ത് ആ ഒരു സ്റ്റെപ്പ് തന്നെ തുടർച്ചയായും TV യൂണിറ്റിന് വേണ്ടിയുള്ള ഒരു കൗണ്ടറായിട്ട് മാറുന്നുണ്ട്. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ അവര് ഇതുപോലെ തന്നെ വളരെ ചെലവ് ചുരുങ്ങിയൊരു വീട് മാത്രം വെക്കാൻ പറ്റുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരുന്നു. അപ്പോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത് ഒരു കോൺട്രാക്ടറുടെ എമൗണ്ടിൽ വരുന്ന രീതിയിൽ, അതൊരു അഡീഷണൽ ഒരുപാട് സ്റ്റെപ്പിന് വേണ്ടി എമൗണ്ട് ചെലവാക്കാത്ത രീതിയിൽ ഒരു സ്ട്രക്ചറിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് അത് തീർക്കാൻ പറ്റി. ഒരുപാട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആയിരുന്നു അവിടെ വന്നതെങ്കിൽ അതൊരു അഡീഷണൽ ചെലവായിട്ട് അവർക്ക് മാറുമായിരുന്നു. പിന്നെ ഒരുപാട് ഹാൻഡ് റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ ലെവൽസ് യൂസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുപോലെ മറ്റ് ചില പ്രൊജക്റ്റുകൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതില് ആ ഒരു ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റെയർ കേസ്, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്ത് തന്നെ കസ്റ്റമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. നമ്മൾ സ്റ്റെയർ കേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീട് പണിത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ചിലർ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ചെലവ് കുറഞ്ഞ ഒരു സ്റ്റെയർ കേസിൽ അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞൊരു വീട്ടിലാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അതൊരു കോൺക്രീറ്റ് സ്റ്റെയർ കേസ്, അതിന് ഭംഗിയായ രീതിയിൽ അതിന്റെ ഒരു ടൈല്, അതിന്റെ ഒരു ഹാൻഡ് റെയിൽ ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ വർക്കിന്റെ കോസ്റ്റിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്ത് തീർക്കാൻ കഴിയും. അതേസമയം അതിൽ എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് ഒരു സ്റ്റെയർ കേസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് മാത്രമായിട്ടൊരു 1.5 lakh നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ചില ഞങ്ങളുടെ വർക്കുകളിൽ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ്. നമ്മൾ ബെഡ് യൂണിറ്റുകളോ അതുപോലെയുള്ള ഇന്റീരിയർ വർക്കുകളോ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി അത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ആർക്കിടെക്റ്റിന്റെ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഒരു ആർക്കിടെക്റ്റിനെ ആദ്യമേ സമീപിക്കുമ്പോൾ ആ ആള് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്റീരിയറിലേക്ക് വരുന്ന കോസ്റ്റിനെ ഒരുപാട് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
കാരണം നമ്മൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ജനലിന്റെ പൊസിഷൻ ആയിക്കോട്ടെ, ഒരു ഒരു ബെഡ് യൂണിറ്റ് ആയിക്കോട്ടെ, അതുപോലെയുള്ള ഇലക്ട്രിക്കൽ അതുപോലെയുള്ള വർക്കുകൾ ആയിക്കോട്ടെ, അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അധിക ചെലവ് ഒഴിവാക്കാൻ കഴിയും. ഞാൻ ഉദാഹരണമായിട്ട് ഇതൊരു ബെഡ് യൂണിറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനുവേണ്ടി ഒരുപാട് ഇന്റീരിയർ വർക്കുകൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ഹെഡ് ബോർഡ് എന്ന് പറയുന്നത് സിമ്പിളായി ചില റീഫറുകൾ ഭിത്തിയിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇതില് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന ആ ബെഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഒരു ബേസ് അതൊരു കല്ലിൽ കെട്ടിയെടുത്തിട്ടാണ് നമ്മൾ അതിന്റെ സൈഡ് ടേബിളും അതിന്റെ ബേസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്റീരിയറിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലാകെ ചെയ്യേണ്ടി വരിക അതിലെ ഒരു പ്ലൈവുഡ്, അതിന്റെ ഒരു ഹെഡ് ബോർഡ്, പിന്നീടുള്ള വർക്കുകൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു ബെഡ് യൂണിറ്റും സൈഡ് ടേബിളും ചെയ്യേണ്ടി വരിക ഏകദേശം ഒരു എബവ് 50,000 എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മളൊരു ഇതുപോലെ സ്ട്രക്ചറിന്റെ പാർട്ടായിട്ട് നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ ആ ബെഡ്, അതിന്റെ സൈഡ് ടേബിളുകൾ പ്ലേസ് ചെയ്യുകയും അതിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ കൊടുക്കുകയും അതിനനുസരിച്ച് വിൻഡോ, ഈ ബെഡിന് ഒരു ഹെഡിൽ ഒരു വിൻഡോയും സൈഡിൽ ഒരു വലിയ വിൻഡോയും ഉണ്ട്. അപ്പൊ അത്രയും വിൻഡോകളും പ്ലേസ് ചെയ്തിട്ടൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന്റെ കൃത്യമായ പ്ലാനിങ്ങോട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോസ്റ്റ് അവിടെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്ലൈവുഡിന്റെ റീപ്പറുകളാണ് ഒരു ഭിത്തിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഇന്റീരിയർ ചെയ്ത ഒരു വീടായിട്ട് അത് മാറും. അവിടെ ഒരു വലിയൊരു പാനലിംഗ് വർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ കഴിയും. അതേസമയം മൂന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ അവിടെ ഒരു ഐലൻഡ് കിച്ചൺ ഉണ്ട്. നമ്മൾ അത് കൃത്യമായ ഒരു ഡിസൈൻ അതിന് ആദ്യമേ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഐലൻഡ് കിച്ചൺ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കല്ല് വെച്ച് തന്നെ അതിനൊരു സ്ട്രക്ചർ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ചെയ്യുന്ന കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് അത് ആദ്യമേ ചെയ്യും. അത് ചെയ്തതിനു ശേഷം നമ്മൾ ഫിനിഷിങ്ങിൽ അതിനൊരു കൗണ്ടർ ടോപ്പ് മാത്രം, ഒരു ഗ്രാനൈറ്റോ അങ്ങനെയുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങൾ മാത്രമേ അതിൽ വേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ചിത്രത്തിൽ നിങ്ങൾ അതിന്റെ വിൻഡോ പ്ലേസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിന്റെ കൗണ്ടറിനും അപ്ഹെഡ് ക്യാബിനും ഇടയിലാണ് നമ്മൾ ആ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് നമുക്ക് ആ ഒരു കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ കൃത്യമായ ഒരു പ്ലാനിങ് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറും മനോഹരമാവും. അതേസമയം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അതേസമയം കോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതേപോലെ നമ്മള് റൂഫിന്റെ വർക്കുകൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ്. നമ്മൾ ട്രോപ്പിക്കൽ കൺസെപ്റ്റിലേക്ക് ഒരു വീട് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ റൂഫ് എന്ന് പറയുന്നത്. അത് റൂഫിന് ആവശ്യമായിട്ടുള്ള ഓവർഹാങ് നമ്മൾ അതിന് പുറത്തേക്കുള്ള ഒരു തള്ളിച്ച മിനിമം ഒരു 3 അടിയെങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് മഴ, ചൂട് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം നല്ല രീതിയിൽ റൂഫ് ഓവർഹാങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊജക്റ്റുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് മനസ്സിലാവും. അതുപോലെ റൂഫിന്റെ വർക്ക് ചെയ്യുമ്പോൾ അത് ഓടും അതുപോലെ കോൺക്രീറ്റും, ഞാൻ പറഞ്ഞു ഓട് ഒരു കോൺക്രീറ്റിനേക്കാൾ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു റൂഫ് ഫ്രെയിം വർക്ക് ചെയ്ത് ഓട് ചെയ്യുന്നത് നോർമൽ ഒരു കോൺക്രീറ്റിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസ് വരുന്നതാണ്. പക്ഷെ അതിന് ചില ഗുണങ്ങൾ കൂടി ഉണ്ട്. കാരണം അതൊരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഓട്, സീലിംഗ് ഓടും അതുപോലെ മെയിൻ റൂഫ് ഓടും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന്റെ ചൂട്, നമ്മുടെ അപ്പർ ഫ്ലോറിലൊക്കെ ഉള്ള ചൂട് നല്ല രീതിയിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലീക്ക് അതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാതിരിക്കുന്നതിന് നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്യുകയും വേണം. നല്ല മെഷീൻ അല്ലെങ്കിൽ നല്ല പണിക്കാരെ കൊണ്ട് അത് ചെയ്യിക്കുകയും വേണം. നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അതിന് റൂഫിൽ വരുന്ന ഒടിവുകൾ അല്ലെങ്കിൽ ജോയിൻസ് വളരെയധികം കുറച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട്. അതുവഴി ലീക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്.
ഇത് നമ്മൾ അത്തരത്തിൽ ചെയ്തിട്ടുള്ള ചില വർക്കുകളാണ്. നമ്മൾ ഓട് വെക്കുമ്പോൾ, ഡബിൾ ലെയർ ആയിട്ട് ഓട് വെക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് അതിന്റെ ഒരു വർക്ക് ചെയ്യാറ്. അതേപോലെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന വേറെ ചില കാര്യങ്ങൾ നമ്മൾ അത് ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ പറയുന്ന ചില എൻ്റെതായ അഭിപ്രായങ്ങളാണ്. ജിപ്സം പ്ലാസ്റ്ററിങ് അതുപോലെയുള്ള കാര്യങ്ങൾ, നോർമൽ പ്ലാസ്റ്ററിങ്ങും ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്ന ജിപ്സം പ്ലാസ്റ്ററിങ് ഒരു തരംഗമായിട്ടൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓൺലൈൻ ഇതിലൊക്കെ. പക്ഷെ എൻ്റെ ഒരു സജഷനിൽ അത് ശരിക്കും ഒരു കോസ്റ്റ് കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് നമുക്ക് ചില പർട്ടിക്കുലർ ഏരിയകൾ മാത്രമാണ് യൂസ് ചെയ്യാൻ കഴിയുക. അതേസമയം നമ്മൾ അതിന് ഒരു നോർമൽ പ്ലാസ്റ്ററിങ് എക്സ്റ്റീരിയർ ചെയ്യാൻ വേണ്ടി വേറൊരു ടീമിനെ കൂടെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടെ അവിടെ വരുന്നുണ്ട്. അത് ഇൻഎഫക്റ്റീവ്. നമ്മൾ രണ്ട് ടീമിനെ ഒരു റേറ്റ് എടുത്തിട്ട് ആ പ്ലാസ്റ്ററിങ് വർക്ക് തീർക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ടോട്ടൽ ബഡ്ജറ്റിൽ അത് കൂടുതൽ വരാൻ കാരണമാകും. അതേസമയം ഹൈറൈസ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഇത് ജിപ്സം പ്ലാസ്റ്ററിങ് നമുക്ക് അത് കോസ്റ്റ് സേവിങ് ആയിട്ട് തന്നെ കിട്ടിയേക്കും. പക്ഷെ ചെറിയ വീടുകൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഔട്ടർ ഏരിയ, അതുപോലെ ടോയ്ലറ്റ് ഏരിയ, ഇതെല്ലാം നമുക്ക് വെറ്റ് ആയി വരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും നമുക്കിത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പം ഈ ഒരു രണ്ട് കേസും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകേണ്ടി വരും. പ്ലാസ്റ്ററിങ്ങും നോർമൽ പ്ലാസ്റ്ററിങ്ങും ജിപ്സം പ്ലാസ്റ്ററിങ്ങും അവിടെ ചെയ്യേണ്ടി വരും. അതേപോലെ പുട്ടി വർക്കുകൾ നമ്മൾ കൃത്യമായ ഒരു ഡിസൈനിങ്ങും അതിന്റെ എക്സ്റ്റീരിയർ 3Dയും കാര്യങ്ങളൊക്കെ ഒരു ആർക്കിടെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലും പുട്ടി അതുപോലെ പെയിന്റ് വർക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിന്റെ സിറ്റ് ഔട്ടിന്റെ സീലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നമ്മളത് ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത ഒരു ഫിനിഷിനെ വെറും ഒരു പോളിഷ് മാത്രം കൊടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമാണ്. കാരണം നമ്മൾ ഒരു ആർക്കിടെക്ട് ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യണം എവിടെയാണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിങ് വർക്കുകൾ വരുന്നത് എന്നുള്ളത്. കാരണം പണിക്കാർ അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്ലാസ്റ്ററിങ് ഒരു ദിവസം ചെയ്ത് പകുതിയാക്കി നിർത്തി അതിനുശേഷം ബാക്കി ഭാഗം അടുത്ത ദിവസം ചെയ്യുമ്പോൾ ആ രണ്ട് പ്ലാസ്റ്ററിങ്ങിനിടയിൽ അവിടെ ഒരു ജോയിന്റ്, ഒരു ലൈന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമാകും. അത് കൃത്യമായ ഡയറക്ഷനിലൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ല ഫിനിഷിൽ പ്ലാസ്റ്ററിങ് ചെയ്യാനും നമുക്ക് ഫിനിഷിങ് ഇന്റീരിയർ ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഉള്ള ടൈമിൽ നമുക്ക് അവിടെ ഒരു പോളിഷ് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല പ്രീമിയം ലുക്ക് കൊടുത്തുകൊണ്ട് അതിനെ നിർത്താനും പറ്റും. അതുപോലെ തന്നെ പുട്ടി വർക്കുകളൊക്കെ ആണെങ്കിലും നമ്മൾ ചില ഏരിയകളിൽ നമുക്ക് ഒരുപാട് പുട്ടി വർക്കുകൾ കുറച്ചുകൊണ്ട് തന്നെ സീലിംഗ് പോലുള്ള സ്ഥലത്ത് റഫ് ഫിനിഷ് കൊടുത്തുകൊണ്ട് തന്നെ പുട്ടി വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ സീലിംഗ് ഓടിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്ത് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ഈ ഫസ്റ്റ് ഇമേജിൽ കാണുന്നത് പോലെ ഒരു ഡബിൾ ലെയർ ഓട് വേണമെന്നില്ല. സിംഗിൾ ലെയർ ഫ്രെയിമും അതിന് മുകളിൽ നമ്മൾ സാധാ നാടിൽ നിന്ന് കിട്ടുന്ന ഓട് മാത്രം ചെയ്താൽ പോലും അതിനൊരു ട്രഡീഷണൽ ക്വാളിറ്റി വരും. അതിന് കൃത്യമായിട്ടുള്ള ഒരു എലമെന്റ്സ് അതിൽ ആഡ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ ഈ ഒരു ചിത്രത്തിലാണെങ്കിൽ അതിന് ഫ്ലോറിൽ നമ്മൾ ഒരു പാറ്റേൺ ടൈൽസ്, അവിടെ ഒരു പില്ലർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഡിസൈനിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു മോശം നമുക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം റൈറ്റ് സൈഡിലുള്ള പിക്ചർ എന്ന് പറയുന്നത് ഡബിൾ ലെയർ ആയിട്ട് ഫ്രെയിം വർക്കും മുകളിൽ ഓടും സീലിങ്ങോട് അടിയിലും ചെയ്യുന്ന ഒരു വർക്കാണ്. പക്ഷെ അതിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ചിത്രത്തിൽ കാണുന്നത് നല്ല രീതിയിൽ കോസ്റ്റ് കൂടുന്ന ഒരു കാര്യമാണ്. അതേസമയം കോസ്റ്റ് കുറച്ചിട്ട് ഇതുപോലുള്ള വരാന്തകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ലാൻഡ്സ്കേപ്പ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കൃത്യമായി നമ്മൾ പേവിങ് സ്റ്റോണുകൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ചില വണ്ടി ഓടുന്ന അല്ലെങ്കിൽ കൃത്യമായി ഫ്രണ്ട് യാർഡുകളിലൊക്കെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സ്റ്റോൺ കവറിങ് ആവശ്യമുള്ളൂ. അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ മാക്സിമം നമ്മൾ അതിൻ്റെ ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗ്രാസോ അതുപോലെയുള്ള ചെടികളും വെച്ചിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോണുകൾ മാത്രം കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോണിന്റെ കോസ്റ്റ് ആണ് ശരിക്കും ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്.
അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനുള്ള ഒരു കാര്യമാണിത്. പ്രധാനമായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഓക്കെ സർ, നമുക്ക് Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോയിലെ ഹാൻഡ് റേസിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. സോ സർ, നമുക്ക് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു സൺസ് എന്ന് പറയുന്ന ഒരാള് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിഷ്ണു സൺ സർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, ഹായ്, പറഞ്ഞോ. പറഞ്ഞോളൂ സർ. നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെയാണല്ലേ പറഞ്ഞത്? അതെ, കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ഓഫീസ് വരുന്നത് പള്ളിക്കുന്നാണ്, കണ്ണൂർ ടൗണിൽ. ഓക്കെ ഓക്കെ, ഞാനും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ഇപ്പോ നമ്മുടെ ഗൂഗിൾ നോക്കിയാൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടും. നമ്മുടെ അഖിൽ ആൽബിൻ ആർക്കിടെക്ട്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ കിട്ടും. ഓക്കെ, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വല്ലതും നമുക്ക് കിട്ടുമോ? അത് നമ്മുടെ ഗൂഗിളിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. നിങ്ങളൊന്ന് അഖിൽ ആൽബിൻ ആർക്കിടെക്ട്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ കിട്ടും. എവിടെയാ കറക്റ്റ് പ്രോപ്പർ സ്ഥലം എവിടെയാണ് വരുന്നത്? നമ്മുടെ നാടാണോ? ആ, നമ്മള് ചെമ്പേരി ആ ഭാഗത്തേക്കാണ് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഗൂഗിളിൽ എങ്ങനെയാ അതിൻ്റെ അകത്ത് നമ്മുടെ ഐഡിയ എങ്ങനെയാ വരുന്നത്? നമുക്ക് സെർച്ച് അഖിൽ ആൽബിൻ ആർക്കിടെക്ട്സ്. അതിൻ്റെ അകത്ത് കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ടാവും? അതെ അതെ, എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഡൗട്ട്, ഞാനൊരു ട്രഡീഷണൽ വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ സീലിങ്ങോട് കാര്യങ്ങളെ കുറിച്ച് അതിന്റെ കോസ്റ്റ് കാര്യങ്ങൾ വരുന്നത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി വരുന്നത്, എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അത് എത്ര അടി വലിപ്പത്തിലുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? സീലിംഗ് ഓട് എന്ന് പറയുന്നത് ശരിക്കും സീലിംഗ് ടൈൽ എന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിനേക്കാളും ഞങ്ങൾ ആർക്കിടെക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊരു 1x1 ഫീറ്റിൽ വരുന്ന ടെറാക്കോട്ട നോർമൽ ടൈലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നോർമൽ സീലിംഗ് ഓടിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. കാരണം നമ്മൾ സീലിംഗ് ഓട് പലപ്പോഴും പല സ്ഥലങ്ങളിലും അതിന്റെ പൊട്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 1x1 ഫീറ്റിലുള്ള റൂഫ് ടൈലാണെങ്കിൽ നമുക്ക് ആ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല. ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ലെഫ്റ്റിലെ ഇമേജില് അത്തരം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സീലിംഗ് ഓടല്ല, 1x1 ഫീറ്റിലുള്ള ടൈലാണ്. അതിന് ഏകദേശം 55 റുപ്പീസ് ഒക്കെയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അത് നമ്മൾ ചെയ്യുന്ന രീതി മാത്രമല്ല, ഇത് സീലിംഗ് ഓട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നതിന് വേറെ കാരണം കൂടെ ഉണ്ട്. അതിന്റെ ബോട്ടമിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിംസ് ആംഗുലർ ആണ്, ടി ആംഗുലർ ആണ്. അതേസമയം സീലിംഗ് ഓടാണെങ്കിൽ അതിന് നമുക്ക് കുറച്ചുകൂടെ വലുപ്പമുള്ള GI പൈപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ഫ്രെയിമുകളും കുറച്ച് കുറയുന്നുണ്ട്. അന്നേരം സാധാ സീലിംഗ് ഓടിനാണെങ്കിൽ, അതെ, ഇത് കാണാൻ സീലിംഗ് ഓടിനേക്കാളും ഭംഗിയുണ്ട് ശരിക്കും ചില കേസിൽ. ഇതിന് റൈറ്റ് സൈഡിൽ കാണുന്നതാണെങ്കിലും അത്തരം ടൈലുകളാണ്, സീലിംഗ് ഓടല്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്, ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഷാജ് അഡ്രസ് സർ, സാറാണ് അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. സർ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ചോദിക്കാം. ഓക്കെ, സീലിംഗ് ബോർഡിനെ കുറിച്ച് തന്നെയാണ്. നമുക്കിപ്പോൾ ടെറാക്കോട്ട ടൈൽ തന്നെ വെക്കണമെന്നുണ്ടോ? നമുക്കതല്ലാത്ത വില കുറഞ്ഞ മറ്റ് സെറാമിക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടൈൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ സീലിങ്ങിന്, കുറച്ചുകൂടി വലിപ്പമുള്ളത്?
സീലിങ്ങിന് അത്തരം ടൈലുകൾ യൂസ് ചെയ്യുന്നത് ശരിക്കും അതിന്റെ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ടൈൽ ഇട്ട കാരണം ഒരുപാട് ഡിസൈനുകൾ വരുന്ന ഒരു സംഭവം സീലിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ ഇന്റീരിയറിന് അതൊരു ഫീൽ ഗുഡ് ആയിരിക്കില്ല. ഒരു പ്ലെയിൻ അല്ലെങ്കിൽ മഡ് ഫിനിഷ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസിന് നല്ല മാച്ചിങ് ആവുക. അപ്പം അതെ, അതാണ് ഏതെങ്കിലും ഒരു ചോദിച്ചത്. ടൈലിട്ട് ടെറാക്കോട്ട ലുക്കുള്ള ഇത് വരുന്നുണ്ടല്ലോ. അതെ പ്ലെയിൻ ടൈലുകൾ ചെറിയത് 1x1 ഫീറ്റിലൊക്കെ ഉള്ള ടൈലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് കുറയോ അതുപോലെ ചൂടിന് നമ്മൾ ടെറാക്കോട്ട യൂസ് ചൂടിനെ ചെയ്യുന്ന പോലെ തന്നെ എഫക്ട് പ്രതിരോധിക്കാൻ അത് കിട്ടും. പറ്റും. ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റും. ബിക്കോസ് ഇത് 2 ലെയർ ആയിട്ടാണ് വരിക. നമുക്ക് ഏറ്റവും മുകളിലൊരു ഓടും പിന്നെ ഈ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് അതിന് കൃത്യമായിട്ടൊരു എയർ ഗ്യാപ്പ് അതിന് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ, ചൂട് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും. കോസ്റ്റും അതിന്റെ വെയിറ്റും നോക്കുകയാണെങ്കിലോ കോസ്റ്റ് കമ്പാരിറ്റീവ് എന്തായാലും ടെറാക്കോട്ട ആയിട്ട്? കോസ്റ്റ് കമ്പാരിസൺ വിത്ത് കോൺക്രീറ്റ് ആണെങ്കിൽ കൂടുതൽ തന്നെ വരുള്ളൂ. പക്ഷെ അല്ല, അത് സോറി, അതല്ല ചോദിച്ചത്. നമ്മൾ ടെറാക്കോട്ട ടൈല് സീലിംഗിന് ഉപയോഗിക്കുന്നതും ഇത്തരം നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കുന്ന നമ്മൾ വ്യത്യാസം അത് ചോദിച്ചത്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഞാനിപ്പോ സെയിം പറഞ്ഞ ആണ്. ഈ 1x1 ഫീറ്റിലുള്ള ടൈലും ഒരു ടെറാക്കോട്ട സീലിംഗ് ടൈലും സെയിം പ്രൈസ് ആണ്. ഓക്കെ, വെയിറ്റും സെയിം ആയിരിക്കും. വെയിറ്റ് വൈസ് സെയിം ആണ്. പക്ഷെ ഈ ടൈല് ആക്ച്വലി കുറച്ചുകൂടി കട്ടിയുണ്ട്. അതിന് സ്ട്രെങ്ത് നല്ലോണം കുറച്ചുകൂടി നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എഫക്റ്റീവ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് മെറ്റീരിയൽ ഏതാണ്? എവിടെയൊക്കെയാണ് കോൺക്രീറ്റിന്റെ നമുക്ക് റൂഫിൽ മ്യൂട്ട് Sorry. ചെയ്യേണ്ടി വരും സാറിന്. നമുക്ക് നമ്മുടെ ഓർഡറിൽ വേണം പോവാനായിട്ട്. പൂർണിമ മാം ആണ് അടുത്തത്. യെസ്. ഈ നമ്മുടെ നാട്ടിൽ ചൂട് കുറയ്ക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് ചെങ്കല്ലാണോ ബ്രിക്സ് ആണോ എന്താണ് യൂസ് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ട്രോപ്പിക്കൽ തന്നെ നമ്മൾ പോണ മാക്സിമം ചൂട് കുറയ്ക്കാൻ തന്നെ അല്ലേ? അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിന്റെ ഡിസൈൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചൂട് കുറയണമെങ്കിൽ ഈ പറഞ്ഞ മെറ്റീരിയലും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ അകത്തെ ഡിസൈൻ. നമ്മളിപ്പോ ഒരു വിൻഡോ ഒക്കെ പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ നമ്മള് സൗത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വരും. വലിയ ഓപ്പണിങ് ചിലര് ഡിസൈനിലുള്ള ചിന്ത ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചൂട് കൂടുതൽ വരുന്ന പ്രശ്നം ഉണ്ടാകും. അതുപോലെ ഇത്തരം മെറ്റീരിയൽ റൂഫിലാണെങ്കിൽ ടെറാക്കോട്ട റൂഫ് ടൈല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ജാലി അതിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നോർത്ത് സൗത്ത് അതൊക്കെ ഏത് പൊസിഷനിലാണ് നമ്മൾ വലിയ വിൻഡോ കൊടുക്കേണ്ടത്, ഏത് പൊസിഷനിലാണ് ചെറിയ വിൻഡോ കൊടുക്കേണ്ടത്, അത് കൃത്യമായിട്ട് നോക്കി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എയർ ഫ്ലോയും ഒരു ബെഡ്റൂം ആണെങ്കിൽ ഒരു സൈഡിൽ കാറ്റ് കയറാനും ഒരു സൈഡിൽ ഔട്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള വിൻഡോ പൊസിഷൻ ആണെങ്കിൽ ആ ഒരു ബെഡ്റൂമിൽ നല്ല രീതിയിൽ തണുപ്പും എയർ ഫ്ലോയും ഒക്കെ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. ചെട്ടിനാട് ടൈൽസ് ഇവിടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എങ്ങനെ അവർ വന്ന് ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. അതിന് വേറെ വന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെട്ടിനാട് ടൈൽസ് തന്നെ നമുക്ക് എത്തിച്ചു തരുന്ന വെൻഡേഴ്സ് ഉണ്ട്. നമുക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെട്ടിനാട് ടൈൽസിന് കുറച്ചുകൂടി പ്രൈസ് കൂടുതലുണ്ട്. നമ്മൾ അതേ ഡിസൈനിലുള്ള പ്രൈസ് കുറഞ്ഞ ടൈലുകൾക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ, ഹായ്. എന്റെ പേര് ബിനോയ് എന്നാണ്. ഞാൻ ഈ ടൈപ്പ് വീടുകൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ എനിക്ക് മെയിൻ പ്രശ്നം തോന്നിയിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഞാൻ ഇപ്പോൾ ഒരു മഴ മഴ നേരിട്ട് കാണാൻ പറ്റാവുന്ന രീതിയിൽ നേരിട്ട് കെട്ടാം. അപ്പൊ ഇങ്ങനത്തെ വീടുകളിൽ ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ വീടുകളിലേക്ക് ബാത്റൂമിന്റെ ചുമരുകളിൽ ഈർപ്പം കയറുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ? അതുപോലെ ഒരു കാര്യം കൂടി പുഴനില്ല, അതുപോലെ ഈ പാമ്പ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിനും എന്താണ് അതിന്റെ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണൊക്കെ അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കാര്യം പറഞ്ഞാൽ നന്നായിരുന്നു. രണ്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇനി. ഓക്കെ, അത് ഡിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇപ്പൊ ഒരു ബാത്റൂമിലോ അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡിലോ ഒക്കെ ചെടി ചൂസ് ചെയ്യുന്ന ചെടി
ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആ ഒരു പ്ലാന്റർ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജും അതിന് അവിടെ വെക്കേണ്ട പ്ലാന്റും നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ മഴ നനയുന്ന ഒരു എക്സ്റ്റീരിയറിന്റെ ഭാഗമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാന്റ് എടുക്കും. കുറച്ചുകൂടി ഇന്റീരിയറിലേക്ക് വരുന്ന ഒരു സ്പേസ് ആണെങ്കിൽ നമ്മൾ ഇന്റീരിയറിന് തന്നെ യോജിക്കുന്ന പ്ലാന്റുകളുണ്ട്. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ അത് ലോ മെയിൻ്റെനൻസും ആണ്. അവിടെ നമുക്ക് ഒരുപാട് ഈർപ്പം വരാത്ത രീതിയിൽ അത് ചെറിയ പെബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇടേണ്ടി വരുള്ളൂ. പിന്നെ അത് കണ്ടിന്യൂസ് വെള്ളം കൊടുക്കേണ്ട അങ്ങനത്തെ ഒന്നും വേണ്ടാത്ത രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതൊന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാന്റർ ബോക്സ് അങ്ങനെയുള്ള ടോയ്ലറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് നമ്മൾ ആ സിസ്റ്റം നമ്മൾ പ്ലംബിങ് ഡയഗ്രത്തിൽ കൃത്യമായിട്ട് അതിന്റെ ഡ്രോയിങ്ങിൽ പ്ലാൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വെക്കുന്ന പ്ലാന്റും നമ്മൾ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നൽകും. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും കാര്യങ്ങളും അവിടെ കിട്ടുകയും ചെയ്യണം. അത് നമ്മളൊരു ഡിസൈനിൽ ആ കാര്യങ്ങളും കൂടെ പരിഗണിക്കണം. അപ്പൊ ദിശയിൽ വലിയൊരു ഘടകമാണ് ഇല്ല. അതെ അതെ, അതിന്റെ പൊസിഷനും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആര് ഉപയോഗിക്കുന്ന പ്ലാന്റും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിലൊരു കാര്യം കൂടി, ഇപ്പൊ എ സെക്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ അതായത് ഇൻസൈഡിലും ഔട്ട്സൈഡിലും ഓട് ചെയ്യുമല്ലോ. അപ്പോ എ സെക്ഷനിൽ ഇരുമ്പില് ചെയ്യുമ്പോൾ ഈ സോളാർ പാനൽ ഒരു 3 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 പാനൽ വരുന്നു വിചാരിക്കാം. ഈ 6 പാനല് റൂഫ് വരാവുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതിലെന്തെങ്കിലും സേഫ്റ്റി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിനെ ബാധിക്കുമോ? ഈ എയർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഓടുകളുടെ ഇടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇത് സോളാർ പാനൽ വെക്കാവുന്ന രീതിയിൽ, അതായത് സോളാർ പാനൽ റൂഫ് വരാവുന്ന രീതിയിൽ ഇതിൽ ചെയ്യാൻ പറ്റുമോ? അതിൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടോ? സേഫ്റ്റി കുറച്ചുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ് നമ്മുടെ വർക്കുകളിൽ ചെയ്യുമ്പോൾ ട്രോപ്പിക്കൽ സ്റ്റൈൽ ആണെങ്കിൽ പോലും കുറച്ച് ഏരിയ നമ്മൾ ഒരു കോൺക്രീറ്റ് സ്ലാബ് തന്നെ വെച്ചിട്ട് ചെയ്യും. ഒരു വാട്ടർ ടാങ്ക് പ്ലേസ് ചെയ്യാനും അതേപോലെ സോളാറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു സെപ്പറേറ്റ് ഏരിയ കണ്ടിട്ട് തന്നെ ആ ഡിസൈൻ ചെയ്യുള്ളൂ. അത് എക്സ്റ്റീരിയർ വിസിബിൾ ആവാത്ത രീതിയിൽ അത് ചെയ്യും. കാരണം അത് ഡയറക്റ്റ് ഓടിന്റെ മുകളിൽ ചെയ്യാൻ പറ്റും. കാരണം ഓടിന് അത് ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട പുറത്തേക്ക് പൈപ്പ് എടുത്തിട്ട് ഒക്കെ ആണ് ചെയ്യുക. പക്ഷെ അതിന്റെ ജോയിന്റിൽ നമ്മൾ കൃത്യമായിട്ട് സീൽ ചെയ്യുമെങ്കിലും അത് കാലക്രമത്തിൽ അത് നമുക്കത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതിനൊരു പൊസിഷൻ കാണുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളൊരു കുറച്ച് ഏരിയ നമ്മൾ ഇതുപോലെ വാട്ടർ ടാങ്കും ഇതുപോലെ സോളാറിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് കാണുന്നതാണ് നല്ലത്. ഈ ഡയറക്റ്റ് ഓടില് 2 ലെയർ ഓടിന്റെ മുകളിൽ തന്നെ ഈ സോളാർ ചെയ്യുന്നത് അത്ര സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല. അപ്പൊ സോളാറിന് വേണ്ടിട്ട് സെപ്പറേറ്റ് മാറി കാണണം, അതിന്റെ അടിയിൽ കാണണം. അതെ അതെ, അതാണ് ശരിക്കും ഐഡിയൽ. കാരണം അത് ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു 5-6 വർഷത്തേക്ക് ആ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സീൽ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അതിൽ ലീക്ക് വരരുത്, അതിന് പ്രശ്നം ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ അതിനൊരു സ്പേസ് കാണുന്നതാണ് നല്ലത്, ഒരു സെപ്പറേറ്റ് ഏരിയ. അതുപോലെ ഇതുപോലെ നമ്മൾ കൂടുതൽ വെളിച്ചം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇതില് പലയിടത്തും ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാണുന്നത്, ഗ്ലാസ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഈ ഇപ്പോഴത്തെ ഇതില് സേഫ്റ്റി ഒരു ഇഷ്യൂ അല്ലേ? സേഫ്റ്റി അത് ഞാന് പല സ്ഥലത്തും അത് കണ്ടു. അത് സംഭവം നമ്മൾ ഒരു സ്ലൈഡിങ് വിൻഡോ UPVC പോലുള്ള വിൻഡോകള് ഗ്ലാസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു കൺസേൺ ഇല്ല. ഇപ്പോൾ ടഫൻ ഗ്ലാസ് വരുന്നുണ്ട്, അതുപോലെ ലാമിനേറ്റഡ് ടൈപ്പ് ഗ്ലാസും വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ സേഫ്റ്റി പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ ലാമിനേറ്റഡ് ടൈപ്പ് ഗ്ലാസ് ഫിക്സ് ചെയ്യാം. അതുപോലെ UPVC വിൻഡോ ആണെങ്കിൽ അതിന്റെ ഇൻബിൽറ്റ് ആയിട്ടല്ല അതിന്റെ ഗ്രിൽസ് ഒക്കെ വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് സേഫ്റ്റിക്ക് വേണ്ടി ഗ്രിൽസ് ഇൻസൈഡിൽ ചെയ്യാൻ പറ്റും. അതിന് വിൻഡോ ചെയ്തിട്ട് ഏത് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻസൈഡിൽ സേഫ്റ്റി ഗ്രില്ല് ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ സേഫ്റ്റി ഒരു പ്രശ്നമായിട്ട് കാണുന്നവർക്ക് ഒന്നെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ഇൻസൈഡിൽ ഗ്രിൽസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്തത് ഫ്രിക്സൽ വില്യംസ് സാർ ആണ്. ഹലോ. അതെ, എന്റെ ഡൗട്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഈ ട്രോപ്പിക്കലില് കോമൺ ആയിട്ട് കാണുന്നത് ഈ ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ടല്ലോ, ഈ ഓട് അതേപോലെ തന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് വറക്കണ ഒരു ടെക്നിക്ക്. അതെ അതെ അതെ, അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? അത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ ഒരു പരിധി വരെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
ആ. അത് പ്രോപ്പറായി ഡിസൈൻ വേണം. കാരണം അത് ഇൻസൈഡിൽ പിന്നീട് വിസിബിൾ ആകുന്ന ഒരു പാർട്ടാണ്. ആ ഫില്ലർ ആ. സ്ലാബ് എന്ന് പറയുന്നത് ലിവിംഗ് ഏരിയയിലൊക്കെ നമുക്ക് പിന്നെ കാണേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. ആ. അത് സ്ട്രക്ചറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമല്ല. ആ. പിന്നെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നമുക്ക് എസ്തെറ്റിക്കലി ആ ഒരു അതിന്റെ ഡിസൈനെ അത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പ്രോപ്പറായിട്ട് അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു നമുക്ക് സാധാ കോൺട്രാക്ടറെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ? പ്രോപ്പറായിട്ട് ഒരു സൂപ്പർവിഷൻ വേണം. ഒരാൾ അത് കൃത്യമായ ഡയമെൻഷനിൽ അതിന്റെ ഫ്രെയിമിനിടയിൽ പ്ലേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതുപോലെ തന്നെ ഒരു ഡൗട്ട്, ഈ പില്ലർ റൗണ്ട് പില്ലർ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ചെറുതാവുന്ന ടൈപ്പ് ഒരു പില്ലർ മുകളിൽ ഹെഡ് വെക്കണ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യും. അതിന്റെ ഒരു പ്ലാസ്റ്ററിങ്ങിൽ മാത്രം മുകളിൽ ഒഴിവാക്കിയിട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഒരു മെറ്റൽ ആണെങ്കിൽ നമ്മൾ ഇൻസൈഡിൽ ഒരു ഫുൾ ലെങ്തിലുള്ള ഒരു മെറ്റൽ പൈപ്പ് ചെയ്തിട്ട് ആ മെറ്റൽ പൈപ്പ് ഒരു വേറൊരു വലുപ്പമുള്ള മെറ്റൽ പൈപ്പിനുള്ളിലേക്ക് ഇറക്കിയിട്ട് ചെയ്യും. ചിലവർ അതിന്റെ മുകളിൽ സ്ലാബ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ലാബ് ചെയ്യുമ്പോൾ അത് ഇൻസൈഡിലുള്ള ഇതിന് മാത്രമായിരിക്കും ലോഡ് വരിക. അപ്പം അതിനനുസരിച്ച് സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ചെയ്യണം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ സാർ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ട്രോപ്പിക്കൽ ഡിസൈൻ ആൻഡ് കണ്ടംപററി ഡിസൈൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടിലും കോസ്റ്റ് കൂടാനും കുറയ്ക്കാനും പറ്റും. കണ്ടംപററി ഡിസൈൻ ആണെങ്കിലും ട്രോപ്പിക്കൽ ഡിസൈൻ ആണെങ്കിലും ചെലവ് കുറച്ചും ചെലവ് കൂട്ടിയും ചെയ്യാൻ പറ്റും. അതൊരു അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് കുറവ് ഏതാണ് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. Hello. Okay, sir. Okay. So the next question is, which material is good for interior? Is ACP aluminum good? Came to know that it's budget friendly. What's pros and cons? ACP അലുമിനിയം ഇന്റീരിയറിൽ അധികം യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇത് ആക്ച്വലി വെതർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ എക്സ്റ്റീരിയറിൽ ഫെസാഡിനൊക്കെ യൂസ് ചെയ്യാൻ മാത്രമാണ് ACP യൂസ് ചെയ്യുന്നത്. പക്ഷെ ആർക്കിടെക്ട്സിന്റെ വർക്കിൽ ACP അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം അതിനൊരു എസ്തെറ്റിക് നമ്മുടെ വീടുമായിട്ട് അത്ര യോജിക്കാറില്ല. കൂടുതലും കൊമേഴ്ഷ്യൽ വർക്കുകൾക്ക് എക്സ്റ്റീരിയറായിട്ടും കൂടുതലും ACP യൂസ് ചെയ്യുന്നത്. Yes, sir. Thank you, sir. So the next question is, what is the advantage of reducing plinth height nowadays, commonly seen in tropical design? How to control insects coming through the ground and also water dripping? Is there any advantages? അത് പ്രോപ്പറായി ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡ്രെയിനേജ് ഒക്കെ സിസ്റ്റം കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതിന്റെ പ്ലിന്ത് ഹൈറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. പിന്നെ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലിന്തിന് മുകളിൽ നമ്മൾ ബെൽറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഈർപ്പം ഭിത്തിയിലേക്കും ഉള്ളിലേക്കും എന്തായാലും വരും. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ബെൽറ്റ് ചെയ്യാറുണ്ട്. ഫൗണ്ടേഷന്റെ മുകളിലും അതുപോലെ നമ്മുടെ തറയുടെ മുകളിലും രണ്ട് രീതിയിൽ ബെൽറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും ബെൽറ്റ് കൊടുക്കേണ്ടത് ഭിത്തിക്കും നമ്മുടെ തറയുടെയും ഇടയിൽ വരുന്ന സ്ഥലത്താണ്. കാരണം തറയ്ക്കുള്ളിൽ നിന്നുള്ള ഭിത്തിയിലേക്കുള്ള ഈർപ്പമാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്ലിന്ത് ഹൈറ്റ് കുറയ്ക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. അത് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പേവിങ് ഡ്രെയിനേജ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവില്ല. Okay, sir. So വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് either chat ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് നിങ്ങളുടെ ഹാൻഡ് റേസിംഗ് ബട്ടൺ യൂസ് ചെയ്യണം. So ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ you can either raise your hands or put it in the chat box. ഹായ് ഗൈസ്, എൻ്റെ പേര് റോണി. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് ചോദിക്കാമോ ഇപ്പോൾ? യെസ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അത് ആക്ച്വലി ഈ ട്രോപ്പിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്നതാണ്. ഒരു ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഡിസൈൻസിലുള്ള വീടുകൾ കണ്ടമാനം നമുക്കിപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ ഞാൻ എറണാകുളം സൈഡാണ്. അപ്പോൾ എറണാകുളം സൈഡിൽ കണ്ടമാനം നമുക്ക് കാണാനുണ്ട്. പക്ഷെ വേറെ പല ഡിസൈൻസും നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ സ്കാൻഡിനേവിയൻ ബ്ലെൻഡൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയുള്ള പല ഈ ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട്. ഇതുപോലെ ട്രോപ്പിക്കൽ ഡിസൈനിൽ നമുക്ക്
ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്ന എന്താ ഒരു നിയറസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻസ് ഏതൊക്കെയാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഫസ്റ്റ് അത് പറഞ്ഞായിരുന്നു, ഈ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, ഒരു സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള റീജിയനുകളിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലിനെ അത് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് ട്രോപ്പിക്കൽ. ഇത് ശരിക്കും ക്ലൈമറ്റ് റെസ്പോൺസീവ് ആണ് ആക്ച്വലി. അത് പലതരത്തില് മിക്സ് ചെയ്യാൻ പറ്റും. ഐ മീൻ കണ്ടംപററി സ്റ്റൈലുകളിലെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മോഡേൺ ആൻഡ് ട്രഡീഷണൽ സ്റ്റൈലിനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഡിസൈനിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പൊ കൊളോണിയൽ സ്റ്റൈല് അല്ലെങ്കിൽ അതുപോലെ സ്കാൻഡിനേവിയൻ സ്റ്റൈല്, അതിനൊക്കെ അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പം ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വീടിനെ ട്രോപ്പിക്കലായിട്ട് മിക്സ് ചെയ്താൽ ഒരിക്കലും ഒരു ഭംഗി ഉണ്ടാവില്ല. അതിന് ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അതിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും അതേ ക്യാരക്ടർ തന്നെ വന്നില്ലെങ്കിൽ ശരിക്കും അത് മൊത്തത്തില് ഒരു വൃത്തി നമുക്കത് കിട്ടാണ്ട് വരും. കൃത്യമായ രീതിയിൽ അത് യോജിച്ച് പോകുന്നത് ഇപ്പൊ കൂടുതൽ നമ്മുടെ നാട്ടിലെ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മിക്സ് ഓഫ് ട്രഡീഷണലും തന്നെയാണ്. മറ്റ് സ്റ്റൈലുകളിലേക്ക് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശരിക്കുള്ള ഒറിജിനൽ സ്റ്റൈല് അത് നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു. അടുത്തത് ടീന എബ്രഹാം ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ടീന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ ടീന മാം. മാം കോളിലുണ്ടെങ്കിൽ മാമിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടീന എബ്രഹാം മാം. ഓക്കെ സാർ, മാം ഇല്ല എന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ബിനു സാർ ഒന്നും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബിനു സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതെ, ഇതില് എയർ പാസേജ് ചൂട് കുറയ്ക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഹൈറ്റ് കൂടിയിട്ട് ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് ഫ്ലോർ ഉള്ള ഭാഗത്ത് ഗ്യാപ്പുകളും കാര്യങ്ങളും ഇടുമല്ലോ. അപ്പൊ ഈ ഒറ്റ ചുമര് വരുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഒറ്റ ഇതില് നല്ല ഹൈറ്റിൽ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതായത് ഡബിൾ ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് തീർച്ചയായും അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ ആക്ച്വലി ചൂട് നല്ലോണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ലിവിങ് ഏരിയ ഒക്കെ ഡബിൾ ഹൈറ്റ് കുറച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ലിവിങ് സ്പേസുകളിലൊക്കെ നമുക്ക് ചൂട് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. പിന്നെ ഉദ്ദേശിച്ച ചോദ്യം, അതിന്റെ വോളിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ചെയ്യുന്ന ബിൽഡിങ്ങുകൾക്കെല്ലാം ലിൻഡൽ ത്രൂ ഔട്ട് ആയിട്ട് കൊടുക്കണം. അത് ലിൻഡൽ ലെവലിൽ വരുന്ന ഒരു ബീമുണ്ട്. അത് പണ്ട് കാലത്ത് ചിലര് ഒരു കതകിന്റെ മുകളിലും ജനലിന്റെ മുകളിലും മാത്രമായിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ത്രൂ ഔട്ട് ദ ബിൽഡിംഗ് എല്ലാ ഭിത്തിയിലും കണക്ട് ചെയ്ത് കൊടുക്കണം. അതൊരു 15 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു കോൺക്രീറ്റ് ബെൽറ്റ് ആണ്. അത് കൊടുക്കുന്നത് ബിൽഡിങ്ങിനെ ടുഗദർ ആയിട്ട് മൊത്തത്തിൽ നല്ല സ്ട്രെങ്ത്തിൽ നിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ആ ലിൻഡൽ പോവുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു സ്പേസിൽ വേറെ സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. അടുത്തത് ആദർശ് നോച്ചിക്കാട്ട് ആണ്. സർ ആദർശ് സാർ കോളിലുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എനിക്ക് 2 ഡൗട്ട്സ് ഉണ്ട് മെയിനായിട്ട്. നമ്മളെ ഇപ്പോൾ വയനാട് പോലത്തെ ഒരു കോൾഡ് ക്ലൈമറ്റ് ഏരിയയിൽ നമുക്കിപ്പോൾ ഒരു റിസോർട്ട് പോലെ മിനിയേച്ചർ ഹോം ആയിട്ട് സെറ്റപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കത് കുറച്ചുകൂടി സിംഗിൾ ആയിട്ട് റൂഫ് കൊടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് നമ്മൾ ചെറിയൊരു ഫാമിലി സെറ്റപ്പിൽ ഓരോരോ ഹോം ആയിട്ടുള്ള ഇതാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഒന്ന് അവിടെ നമ്മൾ എങ്ങനത്തെ ടൈപ്പ് റൂഫിംഗ് ആണ് കുറച്ചുകൂടി നല്ലതെന്നും, പിന്നെ നമുക്ക് അവിടെ മുറ്റത്ത് നമുക്ക് ഈ താണ്ടൂർ പെബിൾസ് അങ്ങനത്തെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഫ്ലോറിംഗ് മെറ്റീരിയൽ, ചില വണ്ടി വരുന്ന ഏരിയകളൊക്കെ കോബിൾ അങ്ങനത്തെ അല്ലാത്ത നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏത് മെറ്റീരിയലാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും രണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. ഹിൽ സൈഡ് അല്ലെങ്കിൽ റിസോർട്ട് പോലുള്ള കൺസെപ്റ്റില് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ ഒരു
സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചറിലേക്ക് മാക്സിമം കൊണ്ടുവരാനാണ് ശ്രദ്ധിക്കാറ്. കാരണം അതൊരു ഒരുപാട് കാലത്തേക്ക് ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് നിൽക്കണമെന്നില്ല. മാത്രമല്ല കോസ്റ്റ് നമുക്ക് നല്ലോണം കുറയ്ക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു സ്റ്റീൽ ഫ്രെയിം ആണെങ്കിൽ നമുക്കത് റീയൂസബിൾ ആണ്. പിന്നെ അതുപോലെ അതിന്റെ ഭിത്തി കാര്യങ്ങളൊക്കെ വളരെ തിന്നായിട്ടുള്ള വി ബോർഡോ അല്ലെങ്കിൽ ചെറിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അതിന്റെ ഫ്ലോർ ആണെങ്കിലും ഫ്രെയിമിന് മുകളിൽ ഒരു വി ബോർഡ് വെച്ച് ടൈൽ ചെയ്താൽ പോലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതിന്റെ റൂഫ് ആണെങ്കിൽ വളരെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ റിസോർട്ട് പ്ലാനിങ് അല്ല, ഹോം ആയിട്ട് തന്നെയാണ് പ്ലാനിങ്. ഹോമായിട്ട് തന്നെയാണ് റിസോർട്ട് ചെയ്യുന്നത്. ടീമിൽ ഹോം പ്ലാൻ ചെയ്യുന്നത്. കാരണം ഓരോ ഇപ്പൊ എന്റെ ഫാമിലി, സിസ്റ്ററിന്റെ ഫാമിലി, അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ റൂമായിട്ടാണ് പ്ലാനിങ്. വെച്ചാൽ ഡൈനിങ് ഹാളൊക്കെ കോമൺ ആയിട്ട്, കിച്ചൺ കോമൺ, അങ്ങനെ ഒരു വലിയൊരു പ്ലോട്ടിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ റൂംസ് പോലെ. അത് ചെയ്യുമ്പോൾ നമ്മൾ പെർമനന്റ് സ്ട്രക്ചർ ആണെങ്കിൽ എപ്പോഴും ഒരു കോളം ബീം അത് ചെയ്യേണ്ടി വരും. പിന്നെ വേറൊന്ന്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ലാൻഡ്സ്കേപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ റൂഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടുത്തെ വിൻഡ് അതുപോലുള്ള കാര്യങ്ങളെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചില ഇപ്പം റൂഫിംഗ് ഷീറ്റ് അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നല്ല ആളുകളെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വിൻഡിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പൊ അത് ആ ഒരു ഫാക്ടറി ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ പേവിങ്ങിന്റെ കാര്യം ചോദിച്ചത്, ശരിക്കും കോസ്റ്റ് എഫക്റ്റീവായി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ലാറ്ററൈറ്റ് തന്നെ വേണമെങ്കിൽ നമുക്കൊരു യാർഡില് വിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വയനാടൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ലാറ്ററൈറ്റ് തന്നെ വെറുതെ കങ്കോസ് സ്റ്റോണും അതുപോലുള്ള സാധനങ്ങൾക്ക് പകരം നിലത്ത് വിരിച്ച് അതിന്റെ ഇടയിൽ ഗ്രാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ അവിടെ ഏറ്റവും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ലാറ്ററൈറ്റ് പോലുള്ള സാധനങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടോ അങ്ങനെ ബ്രിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ കോസ്റ്റ് നമുക്ക് അവിടെ കുറയ്ക്കാനും അതിന്റെ ഒരു ബ്യൂട്ടി അവിടെ നിർത്താനും ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ഡ്രൈ ടൈമിൽ നല്ല നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോറി, അടുത്തത് ശരണ്യ വടക്കത്ത് മാം ആണ്. ശരണ്യ മാം, ശരണ്യ വടക്കത്ത്. സർ ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഡബിൾ ഹൈറ്റ് ഏരിയ ചെയ്യുമ്പോൾ എത്രമാത്രം അത് കോസ്റ്റ് കൂട്ടും നോർമൽ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ? അത് 2 ഫ്ലോറിന്റെ കോസ്റ്റും അതിന്റെ കൺസ്ട്രക്ഷനിൽ വരും. ഇന്റീരിയറിൽ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും. 2 ഫ്ലോറിന്റെ കോസ്റ്റ് വരില്ല. പക്ഷെ അതിപ്പോ ഒരു സ്ട്രക്ചറിന്റെ ഭാഗത്തിൽ നമുക്ക് 2 ഫ്ലോറിന്റെ കോസ്റ്റ് അവിടെ വരും. നമുക്ക് ഒരു റൂം ചെയ്യുന്നത് പോലെ അത്രയും കോസ്റ്റില് ഡബിൾ ഹൈറ്റിന്റെ പണി തീരൂല. നമ്മൾ ആ ഏരിയയുടെ മുകളിൽ ഒരു റൂം പണിയുന്നതും ഡബിൾ ഹൈറ്റ് പണിയുന്നതും ഓൾമോസ്റ്റ് ഈക്വൽ ആകുമോ? ഓൾമോസ്റ്റ് അല്ല, ഒരു 3/4%. അത് അങ്ങനെ പറയാൻ, അതായത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് കുറയുന്നുണ്ട്. പക്ഷെ സ്ട്രക്ചർ 2 റൂം ചെയ്യുന്നത് പോലെ തന്നെ കോസ്റ്റ് വരും. ഓക്കെ സർ, താങ്ക് യു. അടുത്തത് ടീന അബ്രഹാം. ടീന അബ്രഹാം മാം, മാമിന് നേരത്തെ എന്തോ എറർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പത്തനംതിട്ടയിലായിരുന്നു. അപ്പം നമുക്ക് ടിമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് ഫ്ലോറിങ് ചെയ്യാനായിട്ട് അതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വല്ലതും കോൺടാക്ട്സ് വല്ലതും നമ്മുടെ കയ്യിലില്ല. തടിയായിട്ട് തന്നെ അത് മുറിക്കാനും ഫ്ലോർ ചെയ്യാനുമായിട്ടുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന്. നമ്മൾ തടി ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സീസൺ ചെയ്ത തടിയാണെങ്കിൽ നമ്മൾ ഫ്ലോറിൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മളിപ്പം നിലത്ത് ചെയ്യുന്നതിന് മുമ്പ് 2 രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മളൊരു ടൈല് വിരിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന രീതി ചെയ്യാറുണ്ട്. അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. അത് കോസ്റ്റ് കുറഞ്ഞ ടൈൽ ആദ്യം ഫ്ലോറിൽ വിരിച്ചതിന് ശേഷം ഈ പ്ലാങ്ക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കൂടുതൽ കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ കോണ്ടാക്ട് വല്ലതും തരാൻ പറ്റുമോ? നമ്മൾക്ക് ഓരോന്നിനും അതിന്റെ ചെയ്യുന്ന ടീം ഉണ്ട്. പക്ഷെ അത് ഓരോ ഏരിയയിലും അത് നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യണം. താങ്ക് യു. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഗ്രാസ്പഹോളിക്സ്. അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
ഓക്കെ. എന്റെ ചോദ്യം നമ്മളിപ്പോ ഈ ഓടുണ്ടല്ലോ, ഓടിന് പകരം ഷീറ്റ്സിന്റെ കാര്യം ഏതൊക്കെ ടൈപ്പ് ഷീറ്റ്സും ഏത് ഷീറ്റ്സ് ആയിരിക്കും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരിക നമുക്ക്, അതൊന്നും അത് പറയാം. അതുപോലെ ഒത്തിരി തരം മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്സ് അങ്ങനെയൊക്കെ. ഏതായിരിക്കും ഈ സെറാമിക് ഓടിനൊക്കെ നല്ല വിലയാണല്ലോ, അതെ 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 ഒന്ന് പറയാം. ഷീറ്റ്സ് ഒരുപാട് ഇപ്പോൾ അങ്ങനത്തെ ചോയ്സസ് വരുന്നുണ്ട്. ശരിക്കും അത് അത്ര വ്യൂ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീലിംഗിൽ മാത്രം നല്ല മെറ്റീരിയൽ കൊടുത്തിട്ട് മുകളിൽ നമ്മൾ റൂഫിംഗ് ഷീറ്റുകൾ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ റൂഫിംഗ് ഷീറ്റിൽ തന്നെ ഇപ്പം പല പാറ്റേണിലുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും എസ്തെറ്റിക്കലി ഒരു ട്രഡീഷണൽ ലുക്സ് കിട്ടുന്നത് ഓടിന് തന്നെയാണ്. നമ്മൾ കൂടുതലും നമ്മുടെ വർക്കുകളിൽ അത് തന്നെയാണ് ചെയ്യാറുള്ളത്. താങ്ക് യു. ഓക്കെ. ഓക്കെ സാർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഖിൽ സാർ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഷുവർ. വിച്ച് സ്റ്റോൺസ് ആർ ഗുഡ് ഫോർ ലാൻഡ്സ്കേപ്പിംഗ്, ബാംഗ്ലൂർ ഓർ കടപ്പ? കടപ്പ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ബാംഗ്ലൂർ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ അധികം നമ്മൾ വണ്ടി കയറുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കടപ്പ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൊർട്ട്യാർഡ്സ് അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളൊക്കെ വരുന്ന മാത്രം ഏരിയ ആണെങ്കിൽ കടപ്പ സ്റ്റോൺസ് ആണ് ഏറ്റവും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുക. വണ്ടി ഒക്കെ കയറുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് കൂടിയ ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ സാർ, നമുക്ക് യെസ് സർ, താങ്ക് യു. അഖിൽ ശ്രീകുമാർ സർ തന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഈ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ഗുഡ് ലൈക് ബെറ്റർ ദാൻ വുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡിസൈനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് സ്റ്റീൽ GI പോലുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡോറ് അല്ല, വിൻഡോസ് ആക്ച്വലി കോസ്റ്റ് കുറയ്ക്കുന്നതാണ്, വുഡിനേക്കാൾ എന്തായാലും കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. അതും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല ഓപ്പണിംഗ് വ്യൂസ് ഒക്കെ വേണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ PVC ഡോർസ് കാര്യങ്ങളൊക്കെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ റൂമുകളുടെ ഡോറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്റ്റീൽ ഡോർ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ട്, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക വുഡ് ആയിരിക്കും. അതിന് കസ്റ്റമൈസ് ചെയ്യാൻ വുഡിന് പറ്റും, പക്ഷെ സ്റ്റീൽ ഡോർസിന് അതിനൊരു മിനിമം ഡിസൈൻസ് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡോറുകളാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റിലുള്ള ഒരു ഡിസൈൻ തന്നെ നമ്മൾ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കസ്റ്റം ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ചെയ്യണമെങ്കിൽ വുഡ് തന്നെയായിരിക്കും ഓപ്ഷൻ ആയിട്ടുണ്ടാവുക. ഷുവർ സർ. അടുത്തത് നമുക്ക് അഹമ്മദ് കബീർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് സംസാരിക്കാം. സർ കേൾക്കാമോ സർ? യെസ് യെസ്. അത് ഞാൻ ഇടയിലെ കയറിയത്, അതിന് മുമ്പ് ചരണിൽ ചോദിച്ചതാണോന്ന് അറിയില്ലെങ്കിലും എനിക്ക് ഡാംനെസ് തീർത്തും ഇല്ലാതിരിക്കാൻ എന്താ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? തീർത്തും ഇല്ലാതിരിക്കാൻ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ബെൽറ്റ് എപ്പോഴും നമ്മുടെ മേസൺറി ഭിത്തിക്കും നമ്മുടെ തറയ്ക്കും ഇടയിൽ വരണം. അതായത് ഫൗണ്ടേഷന് മുകളിൽ ബെൽറ്റ് കൃത്യമായിട്ട് അത് ആവശ്യമുള്ള രീതിയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിൽ ഡാംനെസ് വരാതിരിക്കുള്ളൂ. പഴയ വീടുകളിലൊക്കെ ഫൗണ്ടേഷനിൽ മുകളിൽ ബെൽറ്റ് കൊടുക്കുകയും തറയ്ക്ക് മുകളിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഭിത്തികൾ ഫുള്ള് ഡാംനെസ് വരുന്നതിന്റെ മെയിൻ റീസൺ അതാണ്. ഓക്കെ, ഇതിപ്പോ എവിടെയൊക്കെയാ കൊടുക്കേണ്ടത്, എത്ര കനത്തിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്? ഓൾറൗണ്ട് ഭിത്തികൾ എവിടെ വരുന്നോ അതിനെല്ലാം അടിയിൽ ബെൽറ്റ് വരണം. ഓക്കെ, അത് എത്ര കനത്തിൽ കൊടുക്കണം ബെൽറ്റ്? ഇൻസൈഡിലുള്ള അല്ല, ഒരു ഭിത്തിയേക്കാൾ കുറച്ചുകൂടി ഒരു 2 ഇഞ്ച് കൂടെ വിഡ്ത്ത് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ 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 ഓക്കെ, ശരി സർ, താങ്ക് യു. ഓക്കെ. ഓക്കെ സർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വാട്ട് ആർ ദ തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ റെഡി മിക്സ് ഈസ് യൂസ്ഡ് ഫോർ കോൺക്രീറ്റ്? റെഡി മിക്സ് ആക്ച്വലി അതിന് ഗുണവും ദോഷവും ഉണ്ട്. ശരിക്കും അതിൽ വരുന്ന അഗ്രിഗേറ്റ്സ് ചെറുതായിരിക്കും. അവരുടെ മെഷീനിൽ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന അതിന്റെ കോഴ്സ് അഗ്രിഗേറ്റ് ചെറുതായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലി ചെയ്യുന്ന കോൺക്രീറ്റിന് അത്രയും ലൈഫ് അതിന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് നോർമൽ കോൺക്രീറ്റിനെയാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് വൈബ്രേറ്റർ വെച്ച് ആളുകൾ കറക്റ്റായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കൺസ്ട്രക്ഷനിൽ
റെഡി മിക്സ് കൺസിഡർ ചെയ്യാം. കൂടുതലും കൊമേഴ്ഷ്യലിലൊക്കെയാണ് അത് നല്ലത്. പക്ഷെ റെസിഡൻസിൽ പറ്റുന്നതും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒപ്പീനിയൻ ഓൺ ഡെക്കറേറ്റീവ് എപ്പോക്സി ഫ്ലോറിംഗ്. എപ്പോക്സി ഫ്ലോറിംഗ് ഈസ് ആക്ച്വലി കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്ക് പ്രീമിയം ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. നല്ല ഫിനിഷ് ഒക്കെ കിട്ടാൻ നല്ലതാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന കളറ് പാറ്റേൺ ഒക്കെ ഇന്റീരിയറിന് മാച്ച് ചെയ്തിട്ട് എപ്പോക്സി ഫ്ലോറിംഗ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ. ഓക്കെ സാർ. അടുത്തത് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഡോർ മെറ്റീരിയൽ ഏതാണ് നല്ലത്? ഓപ്പൺ, അതായത് ഔട്ട്ഡോറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡോറുകൾ എപ്പോഴും സ്ട്രെങ്ത് നല്ല രീതിയിലുള്ളത് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ കൂടുതലും സ്റ്റീൽ ഡോറുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. വുഡൻ ഡോർ ആയാലും ഓക്കെ ആണ്. ഓക്കെ സാർ. മുഹമ്മദ് ഇക്ബാൽ സാർ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മുഹമ്മദ് ഇക്ബാൽ സാർ. അതായത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ അധികം വേണ്ടത്, അതായത് ചെളി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പില്ലറിൽ കൊടുത്തിട്ട് പില്ലറിൽ നിന്ന് തട്ടടിച്ചിട്ട് മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റിൽ എടുത്തിട്ട് മറ്റേ തട്ടിൽ വാർത്തിട്ട് അതിൽ നിന്ന് മുകളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് കുറയോ മറ്റേ ഈ ഫൗണ്ടേഷന്റെ? കോസ്റ്റ് കുറയില്ല. നമ്മൾ അങ്ങനെ പില്ലറിൽ ചെയ്യുമ്പോൾ എപ്പോഴായാലും കോസ്റ്റ് കൂടുവാനാണ് സാധ്യത. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് എൻ്റയർ ബിൽഡിങ്ങിന്റെ ലോഡ് എടുക്കാൻ കേപ്പബിൾ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പൈലിംഗ് വേണ്ടി വരുമായിരിക്കും അല്ലെ? പൈലിംഗ് അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതിന്റെ ഡെപ്ത് എത്രമാത്രം ഹാർഡാണ് എന്നനുസരിച്ചിട്ട്. പക്ഷെ നോർമൽ ഫൗണ്ടേഷനേക്കാളും കോസ്റ്റ് വരും, 3 times എങ്കിലും വരും. പിന്നെ മറ്റേത് തന്നെയാണ് നല്ലത് അല്ലെ? ഡെപ്ത് അനുസരിച്ചാണ്. ചില കേസിൽ നമുക്ക് ഒരുപാട് അടിയിലാണ് ഹാർഡ് സ്റ്റാർട്ട് ആയെങ്കിൽ നമുക്ക് നോർമൽ ഫൗണ്ടേഷൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ശരി. 2 മീറ്റർ വരെ ഡെപ്ത് ആണെങ്കിൽ പോലും നമുക്ക് നോർമൽ ഫൗണ്ടേഷൻ ചെയ്യാം. നമ്മള് റൂഫ് മറ്റേ വാർക്കിന് മെയിന് പകരം ഇങ്ങനെ ഷീറ്റ് ഇട്ട് സ്ലോപ്പ് ആയിട്ട് കൊടുക്കണത് എങ്ങനെ, റേറ്റ് എങ്ങനെ വ്യത്യാസം ഉണ്ടോ? ടിൻ ഷീറ്റ് ഒക്കെ ആണോ? അതെ കോസ്റ്റ് കുറവ്. അതാകുമ്പോ സീലിംഗും വേറെ വേണ്ടി വരും. അതെ. അപ്പൊ ഷീറ്റ് മോളിൽ നമ്മളൊരു ഷീറ്റ് അതിന്റെ റൂഫ് കാണുന്നില്ല സ്ഥലമാണെങ്കിൽ ഷീറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. സീലിംഗിൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു മെറ്റീരിയൽ ചെയ്താൽ മതി. ഈവൻ ഇതുപോലുള്ള ടൈൽ റൂഫ് വരെ സീലിംഗിൽ ചെയ്യാം. ഷീറ്റ് മോളിൽ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ ഈ ചൂടും കുറയുമായിരിക്കും, കോസ്റ്റും കുറയുന്നു അല്ലേ? ഡബിൾ ലെയർ ആണെങ്കിൽ സീലിംഗ് ഉണ്ടെങ്കിൽ ചൂട് കുറയും. അല്ല, ഇപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പൊ കുറെ കാണുന്നുണ്ട് അങ്ങനത്തത്. ഇങ്ങനെ ഇത് മറ്റേ റേറ്റ് കുറവാണെന്നും പറഞ്ഞ്. പക്ഷെ നമ്മളൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നതാണ് ആ ഷീറ്റിലേക്ക് എങ്കിൽ നമ്മൾ കൊടുക്കൂല. പക്ഷെ അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്കത് നല്ലതാണ്. നമ്മളിപ്പോ ഒരു 100 മീറ്റർ മറ്റേ പുഴയുടെ അടുത്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. കാരണം ഈ തണുപ്പ് നമ്മളുടെ ഹ്യൂമിഡിറ്റി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം വരുമോ ഇതിന്? ഒക്കെ ഉള്ളതുകൊണ്ട് ഇല്ല. അത് പ്രോപ്പറായിട്ട് സ്റ്റീലിന് നമ്മള് MRFന്റെയോ മറ്റോ അപ്പോക്സി കൃത്യമായിട്ട് ചെയ്യണം. പുഴയുടെ അടുത്തൊക്കെ ആണെങ്കിൽ, കടലിനടുത്താണെങ്കിൽ മറൈൻ അപ്പോക്സി തന്നെ ചെയ്യണം. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. സുജുമോൻ സെയിൻ ലബുദ്ദീൻ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ, ഹായ്, കേൾക്കാമോ? സാർ, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമുക്കൊരു മിനിമം ഓവർ ഹാങ് ഒരു 3 feet എങ്കിലും മിനിമം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ ഹാങ്ങിങ് ഒരു മിനിമം 3 feet എങ്കിലും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചില ഡിസൈന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടുതൽ ഇടേണ്ടതായിട്ട് വരും ഈ പബ്ലിക് ഡിസൈനിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അതിന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ നമ്മൾ ഈ സ്ട്രക്ചർ ചെയ്യുന്ന റൂഫിന്റെ മുകളിൽ സ്ട്രക്ചറിനും നമ്മുടെ വാളിനും ഇടയ്ക്ക് എക്സ്ട്രാ കോൺക്രീറ്റ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണോ? അങ്ങനെയുള്ള കാര്യം ഒന്ന് പറയാം. അതെ, പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോ 3 feet വരെയാണ് നമ്മൾ ഒരു മാക്സിമം അതിന്റെ ഇപ്പൊ റാഫ്റ്റർ ചെയ്യുന്ന ആ ഒരു സൈസിൽ തന്നെ നമുക്ക്
എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ റാഫ്റ്ററിന്റെ സൈസ് ഒന്നെങ്കിൽ കൂട്ടണം, അല്ലെങ്കിൽ നമ്മൾ ട്രെറ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് പോലെയുള്ള സപ്പോർട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് തന്നെ അങ്ങനെ സപ്പോർട്ടുകൾ കൊടുക്കുന്നത് അത് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴാണ്. അത് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പില്ലർ കൊടുക്കേണ്ടി വരും 3 feet കൂടുതൽ കൊടുക്കുമ്പോൾ. പിന്നെ എന്തായിരുന്നു ചോദിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ഭിത്തി, നമ്മുടെ ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ വരുന്ന ഭിത്തിയുടെ മുകളിൽ നേരിട്ട് ഭിത്തിയുടെ മുകളിലേക്ക് എക്സ്ട്രാ അത് നല്ലതാണ്. ആക്ച്വലി നമുക്ക് അത് റൂഫ് ഫ്രെയിമിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഓൾറൗണ്ട് ആയിട്ട് ഒരു ചെറിയൊരു ബെൽറ്റ് കൊടുക്കണം. ഒരു 6 inch ഉള്ള ബെൽറ്റ് പോലെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഹാൻഡ് ആരും റേസ് ചെയ്തിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സീലിംഗ് വർക്കിൽ ACP ഷീറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ACP ആക്ച്വലി മെറ്റലാണ്, അലുമിനിയം കോമ്പോസിറ്റ് ആണ്. അത് ശരിക്കും ചൂട് കൂട്ടാൻ കാരണമാവും സീലിങ്ങിലൊക്കെ. നമ്മളതൊരു സീലിംഗ് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതും അതുകൊണ്ടാണ്. അതിന് പിന്നെ അതിന്റെ ജോയിന്റ്സ് ഒക്കെ ഒരു ഗം അല്ലെങ്കിൽ ടാർ പോലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ സീലിങ്ങിന്റെ ബ്യൂട്ടിയും കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കോസ്റ്റും നല്ല രീതിയിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ശരിക്കും അത് സീലിങ്ങിൽ അധികം യൂസ് ചെയ്യാറില്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബോർഡ്സ് ഉണ്ട്, കാൽസ്യം സിലിക്കേറ്റ് ബോർഡ്സ്, അതുപോലത്തെ ബോർഡൊക്കെ സീലിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റ്യൻ, ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണോ ഫൈബർ ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാത്റൂം വിട്രിഫൈഡ് ടൈലും എപ്പോക്സിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതുണ്ടോ എന്നും കൂടെയും ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, മസ്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യണം. അത് കാരണം ലീക്ക് മുകളിലത്തെ അവിടുന്ന് ഏതെങ്കിലും രീതിയിൽ വരാനുള്ള ഫ്യൂച്ചറിലുള്ള ഒരു സാധ്യത ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അത് അത്ര പ്രശ്നമില്ല. നമ്മൾ അപ്പോക്സി ചെയ്തിട്ടുള്ള ടൈലാണ് ചെയ്യുന്നതെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഫൈബറിനേക്കാളും ബിറ്റുമിൻ എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് കാണുന്നത്. ബിറ്റുമിൻ വാട്ടർ പ്രൂഫാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത്. ഓക്കെ സർ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഡോർ ടഫ് ആൻഡ് ഗ്ലാസ് സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആക്ച്വലി അത് പൊട്ടിക്കാൻ പറ്റും. ലാമിനേറ്റഡ് ഗ്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടാവും. പിന്നെ ഓരോ ആൾക്കാരുടെ ഡിപ്പെൻസ് ഓൺ ഓരോ ആൾക്കാരുടെ ഇത് വെച്ച് അനുസരിച്ചിരിക്കും. ചിലർക്ക് ഒരു ഓപ്പൺ കൺസെപ്റ്റ് ആണ് എങ്കിൽ അത് ഓക്കെ ആണ്. ഇനി അതെല്ലാം സേഫ്റ്റി നല്ല ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ടഫ് ആൻഡ് ഗ്ലാസിന് പകരം ലാമിനേറ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ സർ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് ബെസ്റ്റ് ഫോർ സ്ലൈഡിംഗ് ഡോർസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. UPVCയും ഉണ്ട്, അലൂമിനിയവും ഉണ്ട്. ആക്ച്വലി അലൂമിനിയം പ്രൊഫൈൽസിന് കുറച്ചുകൂടി എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ട്. UPVC പ്രൊഫൈല് നല്ലതാണ്, പക്ഷെ അലൂമിനിയം ആണ് നമുക്ക് ഇന്റീരിയറിനും എക്സ്റ്റീരിയറിലേക്കുള്ള വ്യൂവും ഒക്കെ കൂടുതൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക. പ്രൊഫൈൽസ് തിൻ പ്രൊഫൈൽ ആയിരിക്കും അലൂമിനിയം. ഓക്കെ സാർ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടി വിചാരിക്കുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ അഖിൽ സർ. കുറെ അധികം ഇൻഫർമേഷൻ നമുക്ക് ഇന്നത്തെ സാറിന്റെ ഈ സെഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. ഐ ഹോപ്പ് പാർട്ടിസിപ്പൻസ് യു ഗോട്ട് ദ ബെസ്റ്റ് ഫ്രം അഖിൽ സർ. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വിളിച്ച കോളേജിനും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. Yes, sir. Thank you. Thank you so much, sir. Thank you so much, sir. Thank you, participants. Have a very good night. Thank you.